അപ്പൊ ഇന്നത്തെ കറി നമുക്ക് ഉച്ചയൂടിന് ഒരു കായും പരിപ്പും കൂടെ വെച്ചാലോ. അപ്പൊ ഇവിടെ കായും പരിപ്പും കൂടെ ഞാൻ കായ എന്നിട്ട് അരിഞ്ഞ് പരിപ്പും കൂടെ ഇട്ട് ഇച്ചിരി ഉപ്പും അതുപോലെ തന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നമ്മൾ കുക്കറിലിട്ട് ഒരു 3 വിസിലടിപ്പിക്കണം. അപ്പം നമ്മുടെ കായും പരിപ്പും അവിടെ നിന്ന് വിസിലടിക്കുന്ന സമയത്ത് നമുക്ക് വെച്ച് തേങ്ങയും ജീരകവും കൂടെ നല്ലതായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാനത് മിക്സിക്കകത്ത് റെഡിയാക്കി വെച്ചിട്ട് ഒന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കർ ഇതോടെ തുറക്കാൻ 3 വിസിലടിച്ചിട്ടുണ്ട്. നമ്മുടെ കായും പരിപ്പും കൂടെ ഇരുന്നുകൊണ്ട് നല്ലതായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണ അരപ്പ് ചേർക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണ തേങ്ങയും ജീരകവും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. അപ്പോൾ ഈ അരപ്പെല്ലാം കൂടെ കൂടി ഈ കായും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിക്കുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് വാളംപുളി പിഴിഞ്ഞ് അതിലേക്ക് ഒഴിക്കണം. അതിനുശേഷം നമ്മളിനി കടുക് പൊട്ടിച്ച് ഇതിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി ഇവിടെ റെഡിയാവും. അപ്പോൾ നല്ലതായിട്ട് ഇളക്കി ഒന്നുകൂടെ തിളപ്പിക്കണം. എൻ്റെ വീഡിയോഗ്രാഫേഴ്സ് 2 പേരും പഠിത്തത്തിലാണ്. അത് കാരണം ഞാൻ ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുന്നു, ഒരു കൈ കൊണ്ട് കുക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഞാൻ കടുക് പൊട്ടിക്കാനായിട്ട് എണ്ണ അടപ്പ് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ കടുക് ഇടുക. അതിനുശേഷം നമ്മുടെ ഉള്ളിയും കരിയാപ്പിലയും കൂടെ ഇടുക. അപ്പോൾ നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അത് മൂത്ത് വരുന്ന സമയത്ത് തന്നെ നമ്മുടെ പച്ചമുളക് കഷ്ണിച്ചിടുക. അത് നല്ലതായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഇത് മൂത്ത് വരുന്ന സമയത്ത് 1 സ്പൂൺ മുളക് ഇടണം. കാരണം ഞാൻ മറ്റേതിനകത്ത് മുളകും ചേർത്തിട്ടില്ല. അപ്പോൾ നല്ലതായിട്ട് മുളകും കൂടെ ചേർത്ത് ഇളക്കുക. ഒത്തിരി മൂപ്പിക്കാൻ നിൽക്കണ്ട. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ചൂട് ചോറും കൂട്ടി ടേസ്റ്റ് ചെയ്യാം. അപ്പം നമ്മുടെ കായും പരിപ്പും വെച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനപ്പോൾ അതും കൂട്ടി ഇച്ചിരി ചൂട് ചോറ്, ആ കൂടെ ഇച്ചിരി കക്കറച്ചി ഇച്ചിരി നാരങ്ങാച്ചോറൊക്കെ ഉണ്ട്, കൂട്ടി ഞാൻ നല്ല ചൂട് ചോറ് അടിക്കുകയാണ്. അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റാട്ടോ. ഇത് നമുക്ക് സിമ്പിൾ കറി നമ്മുടെ ചോറിന് വേണ്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വളരെ സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അതുകൊണ്ട് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.